അടിമാലി കൂമ്പൻ പാറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത്. വീടുകൾക്ക് മുകളിലേക്ക് അപ്രതീക്ഷിതമായി മണ്ണ് പതിക്കുകയായിരുന്നു. വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. വീടുകൾ തകർന്നിട്ടുണ്ട്. ഒരു വീടിനകത്താണ് രണ്ടുപേർ കുടുങ്ങിപ്പോയത്. അതിൽ ഒരാൾ മരിച്ചു. ബിജു ആണ് മരിച്ചത്. ഭാര്യ സന്ധ്യയെ കാലിന് ഗുരുതര പരിക്കോടെ മണ്ണിൽ നിന്ന് പുറത്തെടുക്കുകയായിരുന്നു. കോൺക്രീറ്റ് പാളികൾക്കടിയിലാണ് ഈ രണ്ട് മനുഷ്യരുണ്ടായിരുന്നത്. അതിൽ സന്ധ്യ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലാണ് സന്ധ്യയുള്ളത്. കുടുംബാംഗങ്ങളുടെ അടക്കം പ്രതികരണം നമ്മൾ കേട്ടു. ആ പ്രദേശവാസികളുടെ പ്രതികരണം നമ്മൾ കേട്ടു. നേരത്തെ തന്നെ മണ്ണിടിച്ചിൽ ഭീതി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രതിസന്ധി അവർ തുറന്നു പറയുകയായിരുന്നു. മാത്രമല്ല ഈ ഒരുപാട് പേരെ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ കഴിഞ്ഞതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ഫൈസൽ ചേരുന്നു. ഫൈസൽ, നിർദ്ദേശം ആ പ്രദേശവാസികൾക്ക് ലഭിച്ചിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ 22 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ഭാഗ്യകരം, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും. 22 കുടുംബങ്ങൾ, ഈ 22 വീടുകളിൽ തന്നെ 8 വീടുകളിൽ ഈ മണ്ണിനടിയിലായിപ്പോയി ഈ മണ്ണിടിച്ചിൽ ബാധിച്ചു എന്നുള്ളതാണ്. അതിൽ 2 വീട് ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരിക്കുന്നു, മണ്ണിനടിയിലാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇവരെ മാറ്റി പാർപ്പിച്ചതാണ് വലിയ ഒരു ആഘാതം ത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എന്ന് പറയാം. പക്ഷേ എങ്കിൽ പോലും ഇന്നലെ ഇവരോട് പറയുന്നത്, നേരത്തെ രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇവരോട് പറയുന്നത്, ഇന്ന് ഒരു ദിവസത്തേക്ക്, ഇന്നൊന്ന് അന്തി ഉറങ്ങാൻ വേണ്ടി നിങ്ങൾ ഇവിടെ നിന്നൊന്നും മാറി താമസിക്കണം എന്നുള്ളതാണ്. ഉടുതുണി മാത്രം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി. അവർ ഇന്ന് തിരിച്ചു വരുമ്പോൾ കാണുന്നത് അവരുടെ വീട് നിന്ന സ്ഥലത്ത് മുഴുവൻ മണ്ണ് മൂടിക്കിടക്കുന്ന രീതിയിലാണ്. ആ മണ്ണ് മുഴുവൻ മാറ്റേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇനിയും ഭീതി ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെയൊരു മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നുള്ളത്. അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് നടന്നത്. ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളത് അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ്. അവിടെ അപകട ഭീതിയുണ്ട് എന്നുള്ളതാണ്. അത് നാട്ടുകാരുടെ ആശങ്ക പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഒരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ നമ്മൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ്. വലിയ രീതിയിലുള്ള ഒരു വിള്ളലുണ്ടാകുന്നു. അതും 50 അടി ഉയരത്തിലാണ് ഈ കൂമ്പൻപാറ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലക്ഷം വീട് ഉന്നതി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരു വിള്ളലുണ്ടായത്. 50 അടി ഉയരത്തിലുള്ള ഒരു മൺകൂനയാണ്, ഒരു കുന്നാണ്. അവിടെയാണ് ഒരു വിള്ളലുണ്ടാകുന്നത്. അവിടെ മണ്ണിടിഞ്ഞ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് ഇന്നിപ്പോൾ പകൽ വെളിച്ചത്തിൽ വളരെ കൃത്യമായി കാണുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ. അതായത് അത്രയും ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് മണ്ണിടിഞ്ഞ് വീഴുന്നു. അതിൻ്റെ തൊട്ടടുത്ത് ദേശീയപാതയാണുള്ളത്. ദേശീയപാത മുഴുവൻ ആ മണ്ണ് നിറയുന്നു. അതിന് താഴേക്കാണ് പിന്നീട് ഈ മണ്ണ് പതിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആ മണ്ണ് മാത്രമല്ല അവിടെയുള്ളത്, ആ മരങ്ങളെല്ലാം ഉണ്ട്. ആ മണ്ണും മരങ്ങളും എല്ലാം ഒരുമിച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ്. ആ താഴേക്ക് ഇറങ്ങി വന്ന ഈ മണ്ണാണ് വീടുകൾക്ക് മുകളിലൂടെ നിരന്ന് കിടക്കുന്നത്. അതെല്ലാം ഇനി മാറ്റേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഈ മണ്ണ് തന്നെയാണ് ബിജുവും സന്ധ്യയും ഉണ്ടായിരുന്ന വീടിന് മുകളിലേക്കും പതിക്കുന്നത്. ഒരു കോൺക്രീറ്റ് വീടായിരുന്നിട്ട് കൂടി ഈ തരത്തിലുള്ള ഒരു വലിയ ദുരന്തമുണ്ടാകാൻ, വീട് തകരാൻ കാരണം ഈ മണ്ണിനൊപ്പം തന്നെ മരങ്ങളും എല്ലാം കൂടെ ഈ വീടിന് മുകളിലേക്ക് തകർന്ന് വീണത് തന്നെയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിക്കപ്പെട്ട 22 കുടുംബങ്ങൾ, അവരെല്ലാം സമീപത്തെ സ്കൂളിലായിരുന്നു ഇന്നലെ രാത്രി. അവരെല്ലാം ഇപ്പോൾ വീടുകളിലേക്ക്, ആ പ്രദേശത്തേക്ക് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച, അവരുടെ വീട് നിന്നിരുന്ന 2 വീടുകൾ പൂർണ്ണമായി മണ്ണിനടിയിലായിരിക്കുന്നു. അവിടെ മൺകൂന മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. മറ്റുള്ള വീടുകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ആ പ്രദേശത്തെ മുഴുവൻ മണ്ണും മാറ്റുക, നീക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. ഈ പരിക്കേറ്റ സന്ധ്യയ്ക്ക് അവരുടെ ചികിത്സ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് ഉള്ള മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളും സമാന്തരമായി തന്നെ പുരോഗമിക്കേണ്ടതുണ്ട്. മാത്രമല്ല അവിടെ ഇന്ന് ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കിയാൽ പോലും, കൂടുതൽ വാഹനങ്ങൾ എത്തിച്ച്, ഹിറ്റാച്ചികൾ എത്തിച്ച്, JCB എല്ലാം എത്തിച്ച് മണ്ണ് നീക്കിയാൽ പോലും ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഇനിയും മണ്ണിടിച്ചിലുണ്ടാകുമോ എന്നുള്ളത്. കാരണം അവർ നേരത്തെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, അശാസ്ത്രീയമായ മണ്ണെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ മണ്ണെടുപ്പിനെ തുടർന്ന് അവർക്ക് ജീവന് ഭീഷണിയുണ്ട്. മാത്രമല്ല ഇന്നലെയോട് കൂടെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗർത്തം ത്തിൻ്റെ രൂപത്തിൽ
ഒരു വിള്ളൽ രൂപപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആശങ്ക അറിയിക്കും ചെയ്തിരുന്നു. പക്ഷേ അധികൃതർ ആ സമയത്ത് സ്വീകരിച്ച ഒരു നടപടി അതുകൊണ്ട് 22 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനായി വലിയ ദുരന്തം ഒഴിവായി. എങ്കിൽ പോലും ഒരല്പം കൂടി മുൻകരുതൽ സ്വീകരിക്കണമായിരുന്നു എന്നുള്ള ഒരാവശ്യം കൂടിയുണ്ട്. കാരണം അവിടേക്ക് ആളുകൾ ഇങ്ങനെ ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ആളുകളെ ഒഴിപ്പിക്കുന്നിടത്തേക്ക് എങ്ങനെയാണ് ആളുകൾ പിന്നീട് വീണ്ടും ആ വീടുകളിലേക്ക് എത്തുന്നത്, അത് തടയാനുള്ള ഒരു മുൻകരുതൽ ഉണ്ടായില്ല. അതാണ് ഒരു ജീവനെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. യെസ്, ഫൈസൽ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാവുമെന്നുള്ള ഭീതിയാണ്. അപ്പോൾ അവരെങ്ങോട്ട് പോകുമെന്നുള്ള ചോദ്യം ബാക്കിയാണ് ഈ മണിക്കൂറിൽ. നമുക്കൊരിടവേള